ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്ന വീടുകളുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? മദ്യപിച്ച് ലക്കുകെട്ട് കഴിഞ്ഞാൽ പിന്നെ പരസ്പരം ബഹളവും സംഘർഷവും അവിടെ പതിവായിരിക്കും. കോട്ടയം തൃക്കൊടിത്താനത്ത് ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തിയത് മദ്യപിക്കുമ്പോഴുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നാണ്. ഏപ്രിൽ 28-ന് വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം ആത്മഹത്യയെന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ സംഭവം കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തി. തൃക്കൊടിത്താനം സ്വദേശിനി മല്ലികയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് അനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭാര്യ ആത്മഹത്യ ചെയ്തതെന്നായിരുന്നു അനീഷ് നാട്ടുകാരെയും പോലീസിനെയും അറിയിച്ചത്. സംശയം തോന്നിയ പോലീസ് വിശദമായ ഇൻക്വസ്റ്റ് നടത്തിയെങ്കിലും കൊലപാതകമാണോ എന്ന് വ്യക്തത വന്നില്ല. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും മരണകാരണം വ്യക്തമായില്ല. തുടർന്ന് ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടുകൾ വന്നതോടെയാണ് മല്ലികയുടെ മരണം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്. ഇരുവരും ഒരുമിച്ച് മദ്യപിക്കുന്നതിനിടെ മല്ലികയെ കഴുത്തു ഞെരിച്ച് കൊല്ലുകയായിരുന്നെന്ന് ചോദ്യം ചെയ്യലിൽ ഭർത്താവ് അനീഷ് സമ്മതിച്ചു. കഴുത്തിൽ മുറിവുണ്ടാക്കി മല്ലിക ആത്മഹത്യ ചെയ്തതെന്നായിരുന്നു ഏപ്രിൽ 28-ന് അനീഷ് നൽകിയ മൊഴി. പോലീസിനെയും നാട്ടുകാരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി താൻ തന്നെ കഴുത്തിൽ മുറിവുണ്ടാക്കിയതാണെന്ന് അനീഷ് ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കി. മല്ലികയുടെ മരണകാരണം കഴുത്തിനേറ്റ മുറിവല്ല എന്ന് പരിശോധനയിൽ വ്യക്തമായതാണ് കേസിൽ നിർണായകമായത്. സാമ്പത്തിക തർക്കങ്ങളാണ് മല്ലികയെ കൊലപ്പെടുത്താൻ കാരണമായതെന്ന് അനീഷ് മൊഴി നൽകിയിട്ടുണ്ട്. ആത്മഹത്യയെന്ന് പ്രാഥമികമായി വിലയിരുത്തിയ കേസാണ് ഫോറൻസിക് സർജന്റെയും പോലീസിന്റെയും അന്വേഷണ മികവിൽ കൊലപാതകമെന്ന് തെളിഞ്ഞത്. ന്യൂസ് 18 കോട്ടയം. ക്യാൻസർ